പ്രഗ്നൻസി ടൈമില് ഛർദിലില്ലാതിരിക്കുക എന്നതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ. 70 രൂപയുടെയും 80 രൂപയുടെയും കരിക്ക് വാങ്ങിച്ച് കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഈ കുടിക്കുന്ന സാധനം വയറ്റിനകത്ത് നിൽക്കാതെ തന്നെ ഛർദിച്ച് കളയുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടാ. ഞാൻ നല്ല രീതിക്ക് ടയേർഡാണ്. അതുകൊണ്ട് 2 ദിവസമായിട്ട് മെഡിക്കൽ ലീവിലായിരുന്നു. എല്ലാ ദിവസവും ഇത്രയും വെച്ച് മുടി പോകാൻ വേണ്ടിട്ട് എന്റെ തലയിൽ ഇത്രയും മുടി ഉണ്ടോന്നാണ് കേട്ടോ എന്റെ സംശയം. വായിക്കാണെങ്കിൽ ഭയങ്കര കയ്പാണ്. നമ്മുടെ പനിയൊക്കെ വരുമ്പോഴുള്ള പോലത്തെ കയ്പ്. അത് കാരണം കുടിവെള്ളം കുടിക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും മധുരമുള്ള വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്ക് മാമാട്ടിയുടെ ടൈമില് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. കണ്ടിന്യൂസ് മോരും വെള്ളം കുടിച്ച് ഇപ്പൊ മോരും വെള്ളത്തിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ആയിക്കൊണ്ടിരിക്കുന്നത്. 3-4 ദിവസമായിട്ട് ക്ഷീണം കൂടി വരുന്നത് കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷീണം കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലും അല്ല. മാമാട്ടിനെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നേ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലവ് സ്റ്റോറി എഴുതിയിടാൻ തുടങ്ങിയത്. നമ്മൾ പകുതി വെച്ച് നിർത്തിയിട്ടുള്ള ലവ് സ്റ്റോറി തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്.